നമസ്കാരം. റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് നടുകീറിയതും 1 തണ്ട് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം 3 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുക്കർ മൂടി വെച്ച് 2 വിസിൽ കൂടി അടുപ്പിച്ച് എടുത്താൽ മതി. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ മൂടി വെച്ച് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഞാനിവിടെ 3 വിസിലടുപ്പിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രഷർ ഫുള്ളായിട്ട് പോയ ശേഷമാണ് കുക്കർ മൂടി തുറന്നിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്ത് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ബീഫിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടോ. ഈ ബീഫിന് വെള്ളം കളയരുത്, വറ്റിച്ചെടുക്കുക തന്നെ വേണം. കാരണം വറ്റിച്ചെടുക്കാതെ നമ്മൾ ഈ വെള്ളം കളഞ്ഞാൽ നമ്മളിതിൽ ബീഫിൽ ചേർത്തിരിക്കുന്ന മസാലയുടെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പം ഇത് വറ്റിച്ചെടുക്കുക. അതിലിനി വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ബീഫിൻ്റെ പീസ് ഇതിലിട്ട് പാട് തന്നെ ഇളക്കി കൊടുക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ ബീഫ് നമ്മൾ ഓയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ബീഫിൻ്റെ മുകളിൽ കോട്ടായിരിക്കുന്ന മസാലയൊക്കെ എണ്ണേൻ്റെ കൂടെ അങ്ങ് ഇളകി പോവും. അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ബീഫിൻ്റെ മുകളിൽ നന്നായിട്ട് മസാലയൊക്കെ കോട്ടായിട്ടുണ്ട്. അപ്പോഴേ കറക്റ്റ് ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ ബീഫിൽ പിടിച്ചിരിക്കുന്ന എണ്ണ അപ്പോൾ പുറത്തേക്ക് വരും. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. ആകെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫ്ലെയിം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുടിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും പുറത്തേക്ക് വരും. പിന്നെ അത് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെയാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് എണ്ണ അങ്ങനെ കുടിക്കില്ല. ഇനി ഓയിലിനകത്ത് ഇതെടുത്ത് മാറ്റാം.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയുടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.